കേരളത്തിൽ ഇന്ന് രണ്ട് വാർത്തകളാണ് പ്രധാനമായി വന്നത്. ഒന്ന്, കാസർഗോഡ് 3 ഉപജില്ലകളിലെ ഒരു ക്വിസ് മത്സരത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ, ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും കൂടുതൽ കാലം തടവ് ശിക്ഷ അനുഭവിച്ചത് ആര് എന്നൊരു ചോദ്യം. അതും LP സ്കൂൾ കുട്ടികളിലാണ്. 3 വയസ്സ്, അല്ലെങ്കിൽ 3-ാം ക്ലാസ്സിലും 4-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് നൽകിയ ഒരു ചോദ്യത്തിലാണ്. അതിലുത്തരം VD സവർക്കർ എന്ന് വ്യക്തമായി പറയും. ഇത് കേരളത്തിലെ ഒരു വലിയ വിഭാഗത്തിന് പൊള്ളി. മറ്റൊന്ന്, ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം കേരളത്തിൽ നടക്കുന്ന സ്വാതന്ത്ര്യദിന ചടങ്ങുകളിൽ പൂർണ്ണമായും ആലപിക്കണമെന്ന് കേന്ദ്രത്തിന്റെ നിർദ്ദേശം ശിരസാ വഹിച്ചുകൊണ്ട് കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി ഉത്തരവിറക്കി. ഇത് വലിയൊരു വിഭാഗത്തെ പൊള്ളിച്ചു. അപ്പോൾ ഒരേ ദിവസം തന്നെ ഇന്ത്യയുടെ ദേശീയതയുമായി ബന്ധപ്പെട്ട, ഭാരതത്തിന്റെ ദേശീയതയുമായി ബന്ധപ്പെട്ട 2 കാര്യങ്ങളിൽ കേരളത്തിലെ ഇടതു വലത് മുന്നണികൾ വളരെ അവർ തമ്മിൽ ഏകമായ നിലപാട് സ്വീകരിക്കുകയും എന്നാൽ ദേശീയതയ്ക്ക് എതിരായ പരിപൂർണമായ ദേശീയതയെ തള്ളിക്കൊണ്ടുള്ള നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നു. ആരാണ് ആദ്യമായി വീര സവർക്കറിന്റെ പേര് അടങ്ങിയ ചോദ്യത്തെ എതിർത്തത്? MSF. മറ്റൊന്ന് SFI. എന്താണ് പറയുന്നത്? ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലേക്ക് RSSനെ തിരികെ കയറ്റാൻ ശ്രമിക്കുന്നു. ഞാൻ ഇപ്പോഴും പറയുന്നത്, കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഏറ്റവും അധികം RSSന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവുമായി ഒരു ബന്ധവുമില്ല എന്ന് വരുത്തിത്തീർക്കാൻ ശ്രമിച്ചത് രാജ്യത്തെ ഇടതുപക്ഷക്കാരാണ്. അതിൽ ഈ പറയുന്ന താങ്കൾ നേരത്തെ ഗൗതം പറഞ്ഞതുപോലെ സവർക്കറെ കുറിച്ചൊരു പുസ്തകത്തിൽ പറയുന്ന EMS തന്നെ RSSന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്കുമില്ല എന്ന് പലയിടത്തും പറയുന്നുണ്ട്. RSS, അതുപോലെ EMS, ഡാംഗെ, സുന്ദരയ്യ, AKG, ഹർകിഷൻ സിംഗ് സുർജിത്ത് അടങ്ങിയ CPMന്റെ ഒരു വലിയ, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ഒരു വലിയ നിര എല്ലാ കാലത്തും RSSന്റെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലുള്ള പങ്കിനെ പൂർണ്ണമായും തള്ളിക്കളയാനും തിരസ്കരിക്കാനും ബോധപൂർവം ശ്രമിച്ചവരാണ്. ഇവരുടേതായിട്ടുള്ള ഒരു ചരിത്രം പലപ്പോഴും രചിക്കുക കൂടി ചെയ്തു. ഇത് ഏറ്റുപാടാൻ ഇവർക്ക് വലിയൊരു അണികളും കേരളത്തിലുണ്ടായി. ഇത് തന്നെയാണ് കോൺഗ്രസ്സുകാരനെ ഏറ്റുപാടുന്നത്. കാരണം കോൺഗ്രസ്സുകാരന് സ്വന്തമായിട്ട് ഒരു ചരിത്ര നിർമ്മിതി ഇല്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഇടതുപക്ഷ സൈദ്ധാന്തികരെന്ന് അവകാശപ്പെടുന്നവർ എഴുതി വയ്ക്കുന്ന ഈ വ്യാജ ചരിത്ര നിർമ്മിതിയെ അവർ കൂടി ഉൾക്കൊണ്ടു. കാരണം ഒറ്റ ലക്ഷ്യമാണ്, അവർക്ക് RSSനെ എതിർക്കണം. അവരുടെ മുഖ്യ ശത്രു RSS ആണ്. അവരുടെ മുഖ്യ ശത്രു ദേശീയ പ്രസ്ഥാനങ്ങളാണ് എന്നുള്ളതാണ്. എന്നാൽ പല പുസ്തകങ്ങളിലൂടെ പല ദേശീയ താല്പര്യമുള്ള വ്യക്തികൾ പറഞ്ഞുകൊണ്ട് 25 മുതൽ RSS എന്താണ് നേരിട്ടുമല്ലാതെയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ നടത്തിയ നീക്കങ്ങൾ, ഹിന്ദു മഹാസഭയടക്കമുള്ള പല പ്രസ്ഥാനങ്ങളിലൂടെ, പല ക്വിറ്റ് ഇന്ത്യ സമരത്തിലൂടെ, ഉപ്പ് സത്യാഗ്രഹത്തിലൂടെ ഒക്കെ തന്നെ എനിക്ക് തോന്നുന്നു ഹെഡ്ഗേവാർജി ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് 6 മാസം ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ള നേരിട്ടുള്ള സ്വാതന്ത്ര്യ സമരത്തിലേക്കുള്ള, എൻ്റെ അറിവ് പരിമിതമാണ് ശരിയാണെങ്കിൽ, അപ്പോൾ അത്തരത്തിൽ നേരിട്ട് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഒരു വ്യക്തിയെ 6 മാസം ജയിൽ ശിക്ഷ അതിനുവേണ്ടി അനുഭവിച്ച വ്യക്തിയെ തിരസ്കരിച്ചുകൊണ്ട് അവർ പറയുകയാണ് RSSന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധമില്ല. ഇതിലേതെങ്കിലും ഈ പറയുന്ന CPMന്റെ ഈ പേര് കേട്ട നേതാക്കന്മാർ 6 മാസം പോയിട്ട് 60 ദിവസം തികച്ച് ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ടോ? ഞാൻ പറയട്ടെ, എനിക്കൊരു കണക്ക് ഞാൻ ഇവിടെ എടുക്കുന്നു. 27 വർഷമെന്ന് നേരത്തെ ഗൗതം പറഞ്ഞു. നമ്മുടെ ഇപ്പോഴത്തെ ഗൂഗിൾ ആണല്ലോ പ്രധാനം. അതിലെടുക്കുമ്പോൾ ആസാദ് 10 വർഷം, നെഹ്റു അതിനേക്കാൾ താഴെയാണ്, 9 വർഷം മാത്രം. അങ്ങനെ പലരും, സുഭാഷ് ചന്ദ്രബോസ് 3 വർഷത്തെ കഴിഞ്ഞ ശേഷം അദ്ദേഹത്തിന് രാജ്യം വിടേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഞാൻ പറയുന്നത്, ഇത്തരത്തിൽ ചരിത്രത്തെ വളച്ചൊടിച്ച് എല്ലാ കാലത്തും RSSനെ ഇന്ത്യയുടെ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ നിന്ന് ബോധപൂർവം മാറ്റാനുള്ള ശ്രമം നടക്കുന്നു. എന്നാൽ ഇന്ത്യയിൽ പുതിയ ഒരു രാഷ്ട്രീയ സംവിധാനം രൂപപ്പെടുകയും നരേന്ദ്രമോദിയുടെ ഭരണം ഇന്ത്യയിലേക്ക് എത്തുകയും ചെയ്ത ശേഷം എന്താണ്, ഇന്ത്യയിലെ കുട്ടികൾ നല്ലത് പഠിക്കട്ടെ, ഇന്ത്യയുടെ കുട്ടികൾ യഥാർത്ഥ ചരിത്രം പഠിക്കട്ടെ എന്നൊരു തീരുമാനമുണ്ടാകുന്നു. ഞാൻ പറയുന്നത്, എനിക്ക് മനസ്സിലാകുന്നത്, ബോധപൂർവം അധ്യാപകരിൽ തന്നെ ആ ചിന്ത വന്നു. അവർ ആരും പറയാതെ തന്നെയാണ് ഈ 3 ഉപജില്ലകളിൽ നടത്തിയ ഈ ക്വിസ് മത്സരത്തിലേക്ക് ഈ ചോദ്യം ഉൾപ്പെടുത്തിയത്. അവരെ ക്രൂശിക്കാനും അവർക്കെതിരെ പ്രതികാര നടപടിയെടുക്കാനുമാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി, മുസ്ലിം ലീഗിന്റെ വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് ഉത്തരവിട്ടത്. എവിടെ?
കഴിഞ്ഞ 9 ദിവസമായി നിരാഹാരം കിടക്കുകയാണ്. കഴിഞ്ഞ 1-2 മാസക്കാലമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ പഠിച്ച് പാതിരാത്രിയും പകലും ഒക്കെ പഠിച്ച് PSC റാങ്ക് ലിസ്റ്റ് വന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് പേർ ജോലിക്ക് വേണ്ടി മണ്ണ് വാരിത്തുന്ന പുല്ല് വാരിത്തുന്ന ഇന്നും സമരം നടത്തിയപ്പോൾ മീറ്റർ മാത്രമേ ഉള്ളൂ ഈ മന്ത്രിക്ക് സെക്രട്ടേറിയറ്റിലെ തൻ്റെ ആ കൊട്ടാര സദൃശ്യമായ ആ കസേരയിൽ നിന്ന് ഇറങ്ങിപ്പോയി നോക്കാൻ. അത് നോക്കാത്ത മന്ത്രിയാണ് വീര സവർക്കറെ കുറിച്ചുള്ള ഒരു ചോദ്യം വന്നപ്പോൾ അധ്യാപകർക്കെതിരെ പ്രതികാര നടപടിയുമായി ഇറങ്ങിയത്. ഇവിടെ ഇന്ത്യയെ കൊള്ളയടിച്ച ബാബറിന്റെ ചരിത്രം പഠിപ്പിക്കുന്നില്ലേ? കേരളത്തെയും രാജ്യത്തെയും കൊള്ളയടിച്ച ടിപ്പുവിന്റെ ചരിത്രം പഠിപ്പിക്കുന്നില്ലേ? ഹുമയൂണിന്റെ ചരിത്രം പഠിപ്പിക്കുന്നില്ലേ? അങ്ങനെ ആരുടെ എല്ലാം ചരിത്രം പഠിപ്പിക്കുന്നു. ആ ചരിത്രങ്ങൾ, വ്യാജ ചരിത്രങ്ങൾ പഠിപ്പിക്കുമ്പോൾ അതിനെല്ലാം സ്വാഗതം ചെയ്യുന്ന ഇത്തരം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, അതിൽ കോൺഗ്രസ് ഉണ്ട്, CPM ഉണ്ട്, ലീഗ് ഉണ്ട്, ഇത്തരം രാഷ്ട്രീയ ഞാഞ്ഞൂലുകളെല്ലാം ഉണ്ട്. ഇവരാണ് സവർക്കർ എന്ന പേര് കേട്ടോ ഭയം. ഞാൻ ചോദിക്കുന്നത്, സവർക്കറെ കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഭയക്കുന്നത്? സവർക്കറെ കുറിച്ചുള്ള ഒറ്റ ചോദ്യം കേരളത്തിലെ LP സ്കൂളിലെ കുട്ടികൾക്ക് മുന്നിൽ വന്നപ്പോൾ നിങ്ങൾ ഇത്രത്തോളം വെപ്രാളപ്പെടുന്നതും വേവലാതിപ്പെടുന്നതും എന്തിനാണ്? സവർക്കറെ കുറിച്ച് പഠിക്കട്ടെ. നിങ്ങൾ സവർക്കറെ കുറിച്ച് കഴിഞ്ഞ കാലങ്ങളിലും ഇപ്പോഴും പറയുന്ന ആ പരദൂഷണങ്ങൾ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കൂ. ഒരു ഭാഗത്ത് നിങ്ങളുടെ പണി നടക്കട്ടെ, മറുഭാഗത്ത് സവർക്കറെ കുറിച്ചുള്ള സത്യവും കൂടി പഠിക്കട്ടെ എന്ന് എന്തുകൊണ്ട് നിങ്ങൾ സമ്മതിക്കുന്നില്ല എന്ന് മാത്രമാണ് എനിക്ക് ചോദിക്കാനുള്ള കാര്യത്തിൽ.